സ്ലാഡ് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൗൺസിലിംഗ് സീരീസിൻ്റെ 4th എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഓവർ തിങ്കിങ് ആൻഡ് ആങ്സൈറ്റി എന്നുള്ളതാണ്. അമിതമായത് ചിന്തിക്കുക, അല്ലെങ്കിൽ ഉത്കണ്ഠ, പരിഭ്രമം, ആധി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, ഇനി എന്താകും, അടുത്ത സ്റ്റെപ്പ് എന്താ. അമിതമായി നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. ഇങ്ങനെ പോയാൽ കാര്യങ്ങളുടെ അവസാനം എന്താകും. ഒരു കാര്യം നടക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ പലതും ചിന്തിക്കും. ഇതിങ്ങനെ ആയാൽ എങ്ങനെ, അങ്ങനെ വന്നാൽ എങ്ങനെ, ഇങ്ങനെ ഒത്തിരി തോട്ട്സ് നമ്മുടെ മൈൻഡിനെ റോൾ ചെയ്യാറുണ്ടല്ലേ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ഒരു പക്ഷേ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. നോക്കിക്കേ, ഇവിടെ കർത്താവ് പറയുകയാണ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ, ജാതികളാണ് വിചാരപ്പെടുന്നത്. ഈ അധ്യായം അതിൻ്റെ അവസാന ഭാഗത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, എന്ത് തിന്നും, എന്തുടുക്കും, എങ്ങനെയാകും, ഇത് നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. നാളത്തെ ദിവസം നിങ്ങൾക്കുള്ളതല്ല. നാളത്തതിന് വേണ്ടി നിങ്ങൾ വിചാരപ്പെടരുത്, നാളെ തന്നെ അതിന് വേണ്ടിയുള്ളത് വിചാരപ്പെടുമല്ലോ എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ വയലിലേക്ക് നോക്കുവിൻ, വയലിലെ താമരയെ നിങ്ങൾ നോക്കുവിൻ, ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുവിൻ. അത് അധ്വാനിക്കുന്നില്ല, അത് നൂൽക്കുന്നില്ല, അതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അതിനു വേണ്ടിയുള്ളത് കർത്താവ് കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എത്രയധികം കർത്താവ് കരുതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓവർ തിങ്കിങ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. യേശു കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒന്നും നിങ്ങൾക്ക് കഴിയത്തില്ല. എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നാം സേവിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവാണ്, നല്ല നായകനായി. നാളെയുള്ള ഒറ്റയൊരു കാര്യത്തെ പറ്റിയും നമുക്ക് വിചാരപ്പെടേണ്ട കാര്യമില്ല, ആവശ്യമില്ല. കാരണം സ്വർഗീയ പിതാവ് നമ്മൾ തന്നോട് അപേക്ഷിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് അറിയുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായിട്ടൊരു വാക്യം അവിടെ ഉണ്ട്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. നമ്മൾ ചെയ്യേണ്ട 2 കാര്യം അവിടെ പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ സ്തോത്രത്തോട്, പ്രാർത്ഥനയോടും അപേക്ഷയാലും എല്ലാ ആവശ്യങ്ങൾ നമ്മൾ സ്വതത്തോടെ ദൈവസന്നിധിയിൽ അങ്ങ് അറിയിച്ചാൽ മതി. നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. ഈ 2 കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് താൻ പറയുകയാണ്, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അടുത്ത വാക്യത്തിൽ, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. നോക്കിക്കേ പ്രിയരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ വിചാരപ്പെടുമ്പോൾ സത്യത്തിൽ നമ്മുടെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. ചിലപ്പോഴൊക്കെ നമ്മൾ വെറുതെ ഒന്ന് കട്ടിലിൽ കയറി കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന പല ചിന്തകൾ നിമിത്തം ഒത്തിരി പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാത്രി ഉറക്കമില്ല, ഉറക്കം നഷ്ടപ്പെട്ടു പോകും. കാരണം ഒത്തിരി തോട്ട്സാണ്. നാളെ പറ്റി എന്താകും, എങ്ങനെയാകും, ഭാവി എങ്ങനെയാകും, പഠനം എങ്ങനെയാകും, കാര്യങ്ങൾ എങ്ങനെ നടക്കും, ഒത്തിരി തോട്ട്സ്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന, അതായത് നിങ്ങൾ ദൈവസന്നിധാനത്തിൽ നിങ്ങളുടെ വിഷയങ്ങളെ കൊടുക്കുമ്പോൾ, നിങ്ങൾ വിചാരപ്പെടാതിരിക്കുമ്പോഴാണ്, സ്വതന്ത്രത്തോടെ അറിയിക്കുമ്പോഴാണ് ഒരു ദൈവിക സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ഒരു ദിവ്യ സമാധാനം കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരും എന്നാണ് താൻ പറയുന്നത്. ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ആങ്സൈറ്റി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില വിഷയങ്ങൾ എന്ന് വെച്ചാൽ, ഷിഫ്റ്റ് യുവർ ഫോക്കസ്. നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അതിന് നിങ്ങളുടെ ഫോക്കസ് ഒന്ന് മാറ്റിക്കുക. ഈ അധ്യായം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയ്ക്കോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. അതായത് നിങ്ങൾ നല്ലത് ചിന്തിക്കണമെന്ന് പറയുന്നു. ഷിഫ്റ്റ് യുവർ ഫോക്കസ്. നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടി ചെയ്യാൻ പറ്റിയൊരു കാര്യം ഷിഫ്റ്റ് യുവർ ഫോക്കസ്. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ, പ്രേ ഇൻസ്റ്റെഡ് ഓഫ് ബീങ് പാനിക്. നമ്മൾ ഭയപ്പെടുന്നതിലുപരി, അല്ലെങ്കിൽ വിചാരപ്പെടുന്നതിലുപരി, അധികം വിചാരപ്പെടുന്നതിലുപരി, പാനിക് ആകുന്നതിലുപരി പ്രാർത്ഥിക്കുക. ഏതൊരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി ആ വിഷയത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം,
ലിമിറ്റ് ഇൻപുട്സ്. അതായത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇടുന്ന ചില ഇൻപുട്സ് ഉണ്ട്, അതിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആയിരിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ കടന്നു വരുന്ന മെസ്സേജസ്, അത് നമ്മുടെ ഫ്രണ്ട്സ് ഒരുപക്ഷെ പലരും നമ്മളെക്കുറിച്ച് പലതും അന്വേഷിക്കും, തിരക്കും. അതായിരിക്കും നമ്മളെ ഈ ഓവർ തിങ്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനെ ലിമിറ്റ് ചെയ്യുക, അതിൻ്റെ യൂസ് കുറയ്ക്കുക. അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോഴായിരിക്കും നമ്മൾ ഒത്തിരി തോട്ട്സിലേക്ക് പോകുന്നത്, ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ലിമിറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി ചേഞ്ചസ്, എസ്പെഷ്യലി ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ ദൈവികമായ സമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയുകയാണ്. പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക, ദൈവത്തോട് ആവശ്യങ്ങൾ പറയുക, സ്തോത്രത്തോട് അറിയിക്കുക. കർത്താവ് എല്ലാ വിഷയങ്ങൾക്കും മാറ്റം വരുത്തുവാനിടയായിത്തീരും. കർത്താവിൽ ആശ്രയിക്കാൻ മുന്നോട്ട് പോകുക. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.